നമ്മൾ ഇന്നൊരു അംബർല സ്കേർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് വന്നിട്ട് 37 ഇഞ്ചാണ്, വേസ്റ്റ് വന്നിട്ട് 31 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ വേസ്റ്റ് ലെങ്ത്ത്, നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 37 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 10 ഇഞ്ചും കൂടെ ചേർത്തിട്ടാണ് തുണി മടക്കിയിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ നേരെ ഇങ്ങനെ മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ, രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇത് ഓപ്പണിംഗ് പേഴ്സ്. അപ്പോൾ നമ്മളിതാ ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന വശത്ത് നിന്ന് ഇങ്ങനെ കോണായിട്ട് മടക്കിയെടുക്കുകയാണ്. ഇവിടെ മടക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ തേരുവശം നമുക്ക് അംബർല സ്കേർട്ട് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു വശത്ത് മാത്രമേ സ്റ്റിച്ച് വരുന്നുള്ളൂ ഇതിൻ്റെ. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അംബർലയ്ക്ക് ശരിക്കും ആ കർവ് കറക്റ്റായിട്ട് വന്നാൽ തന്നെയാണ് ആ പാവാടയുടെ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ സീം എലവൻസ് സൈഡ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സൈഡിൽ മാത്രമേ നമുക്ക് സീം എലവൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിടുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതാ ഈ പോയിന്റ് വന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഈ പോയിന്റ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ വേസ്റ്റ് വന്നിട്ട് 31 ഇഞ്ചായിരുന്നു. അതിൻ്റെ കൂടെ ആ മൊത്തം വേസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യാണ്. നമ്മൾ സ്റ്റിച്ചിങ്ങിന് എടുത്തിട്ട് അല്ല, ഇതിൻ്റെ ഒപ്പം തന്നെ 31 കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്ത് 32 ഇഞ്ച് വേസ്റ്റ് വണ്ണത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ഇതിപ്പോൾ 4 പോർഷനാണുള്ളത്, അറിയാലോ. ഇതാ 1, 2, പിന്നെ ഇത് 2 എണ്ണമാണ്. അപ്പോൾ അങ്ങനെ 4 പോർഷൻ. അപ്പോൾ നമുക്ക് 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. അപ്പോൾ ഈ 8 നമുക്കിവിടെ കിട്ടണം. ഇനി വേണ്ടി ഈ 32 ഇഞ്ചൊക്കെ വരുമ്പോൾ ഒരു 10 ഇഞ്ചൊക്കെ ഇറക്കി കൊടുത്താൽ നമുക്ക് കിട്ടും. ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം നമുക്ക്. ഇതാ 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇതേ പോയിന്റ് ടേപ്പ് നീങ്ങരുത്, ഇവിടെ മുറുക്ക് പിടിക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഒരു പോയിന്റ് പോലെ നീങ്ങരുത്, നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പിന് മാറ്റം വരും. ഇതിപ്പോൾ മൊത്തം നമ്മൾ 10.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ കർവായിട്ട് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. ഇനി നമുക്കിത് 8 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകിച്ച് സീം എലവൻസ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ 1/2 ഇഞ്ച് സീം എലവൻസ് കൊടുക്കുന്നുള്ളൂ. കൂടുതൽ തൂങ്ങി നിന്നാലും വൃത്തികേടാണ്. ഇതാ ഇവിടെ നിന്ന് നമുക്ക് അളന്ന് നോക്കാം. 8.25 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10.25 കൊടുത്താൽ മതി. കറക്റ്റ് 8 ഇഞ്ച് മതി. വല്ലാണ്ട് ലൂസായി കിടന്നാലും ഭംഗി ഉണ്ടാവില്ല. ഒരു 10.25 മതി. ഈ ക്രോപ്പ് ടോപ്പ് ബ്ലൗസൊക്കെ ഇടുമ്പോൾ പാവാട ഇങ്ങനെ ചുരുക്കി വയ്ക്കുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് കറക്റ്റ് എണ്ണത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. ആ 10.25 ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാണ്. ഇനി നമ്മൾ മെഷർമെൻ്റ് എടുത്ത് നോക്കുകയാണ്. ഇതാ 8 ഇഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 8 ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ലെങ്ത്ത് നോക്കണം. നമ്മളിവിടെ ഒരു 2 ഇഞ്ചിൻ്റെ പട്ടയാണ് ഇവിടെ ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. 2 ഇഞ്ച് പട്ട കൊടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് 2 ഇഞ്ച് കുറയ്ക്കരുത്. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് സീം എലവൻസ് വേണം. താഴെയും നമുക്കൊരു 1/2 ഇഞ്ച്, ഇത് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുള്ളൂ. പിന്നെ വല്ലാണ്ട് പൊന്തി വരുന്ന തുണിയാണെങ്കിൽ നമ്മൾ 1 ഇഞ്ച് താഴത്തേക്ക് ചേർത്ത് മാർക്ക് ചെയ്യണം കേട്ടോ. കാരണം ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ തുണി മുകളിലേക്ക് പൊന്തും. അപ്പോൾ നമ്മൾ വിചാരിച്ചത്ര ലെങ്ത്ത് കിട്ടില്ല. അപ്പോൾ 1 ഇഞ്ചോളം നമുക്ക് താഴെ സീം എലവൻസ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നോർമൽ തുണിയാണ്, അപ്പം 1.5 ഇഞ്ചാണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 37 ഇഞ്ചാണ് റെഡി വരേണ്ടത്. ഇത് ലൈനിങ് ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് 37 ഇഞ്ച്, അതിനകത്ത് 2 ഇഞ്ച് പട്ട വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര 35 ഇഞ്ച് വരും അല്ലേ. അപ്പോൾ ഇത് ലൈനിങ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ 35. അപ്പോൾ
മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ചും കൂടെ കൂട്ടി 36 ഇഞ്ചിൽ കട്ട് ചെയ്യണം. ലൈനിങ് ക്ലോത്ത് ആകുമ്പോൾ ഒരു 2 ഇഞ്ച് കുറച്ച് നമുക്കൊരു 34 ഇഞ്ചിൽ കട്ട് ചെയ്താൽ മതി. കാരണം അതിൻ്റെ ഒപ്പം നിൽക്കണ്ട. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്ന ലൈനിൽ തന്നെ വെച്ചിട്ട് വേണം താഴത്തേക്കുള്ള മെഷർമെൻറ്റ് എടുക്കാൻ കേട്ടോ. അപ്പോൾ 34 ഇഞ്ചിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. 34 ഇഞ്ച്. ഈ 34 ഇഞ്ച് നമ്മൾ ഇത് ഓരോ പോർഷനും, ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യരുത്, ഇത് ഇങ്ങനെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് പോവുക. ഇതാ ഇവിടെ വരുമ്പോൾ നമുക്ക് ജോയിൻറ്റ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പാർട്ട് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ബാക്കി നമുക്ക് ജോയിൻറ്റിനുള്ളത് എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കാം. ഈ ജോയിൻറ്റ് പോർഷൻ വരുമ്പോൾ ഇത്ര അകത്തി കട്ട് ചെയ്യേണ്ട, ഇത് നോക്കി അതിൻ്റെ കറക്റ്റ് ഷേപ്പ് വരുന്ന രീതിയിൽ കിട്ടണം. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നോക്കണം കേട്ടോ. കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതാ ഇവിടെ നമുക്ക് ഈ ഇവിടെ നമുക്ക് ഇത്തിരി ജോയിൻറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ 2 പീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ലെങ്ത് ഒന്ന് നോക്കുക. 18.5 ഇഞ്ചാണ്. 1 ഇഞ്ചും കൂടെ ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കുറച്ച് ഇതായി നിൽക്കുക. അപ്പോൾ ഒരു 18.5 ഇഞ്ച് നമുക്കിതാ ഈ തുണി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റിച്ചിങ് വരണ്ടേ, അപ്പോൾ ഒരു 1/2 ഇഞ്ച് കയറ്റി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതേ അളവിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നോക്കുക, ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നോക്കുക ഇത് കറക്റ്റ് കിട്ടുമോ എന്നുള്ളത്. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മോൾ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഡബിൾ മാർക്കിംഗ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കൂടുതലായിരിക്കും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഇതല്ല എന്ന് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് ക്രോസ് ചെയ്തിട്ട് കൊടുത്തോളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിലേ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് മാറിപ്പോവും. ഇപ്പോൾ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ലൈനിങ് കട്ട് ചെയ്തു. ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാൻ പോവാണ്. മെയിൻ പീസ് നമ്മൾ 4.5 മീറ്ററിലാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതാ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതാ 1 2 3 4 പീസായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ ഇവിടെ 2 സ്ഥലത്ത് ജോയിൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 തേരുഭാഗമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സ്ഥലത്തും ഇങ്ങനെ ജോയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മടക്കിയിട്ടതുപോലെ തന്നെ മടക്കിയിടുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ 4 ഇതായിട്ട് മടക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഭാഗവും കൂടെ വന്നപ്പോൾ നമുക്ക് എത്ര ഭാഗമായി? 8 ഭാഗമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 32നെ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 32നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 4 വരും. അപ്പോൾ 4 ഇഞ്ചാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ നമുക്കിത് നേരത്തെ നമ്മളൊരു 10.25 എടുത്തപ്പോഴല്ലേ കിട്ടി. നമുക്കൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. മുകളിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇവിടേക്ക് നമ്മളൊരു 5 ഇഞ്ച് കൊടുക്കുകയാണ്. 5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. തുണി നമ്മൾ 8 ഭാഗമായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിവിടെ എത്ര വരണം? 4 ഇഞ്ച് കിട്ടണം. ഇതാ 4 ഇഞ്ച് നമുക്കിവിടെ വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് മുന്നേ ഇതിൻ്റെ ലെങ്ത് എത്രയാണ് മാർക്ക് ചെയ്യണം എന്ന് പറയുന്നത്? 36 ഇഞ്ച് മാർക്ക് ചെയ്യണം. ടോട്ടൽ ലെങ്ത് 37 ഇഞ്ചായിരുന്നു. അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമ്മൾ 36 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. മെയിൻ ക്ലോത്തും ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പട്ട കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പട്ടയുടെ വീതി എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ 2 സൈഡും 1/2 ഇഞ്ച് വീതം സീം അലവൻസ് വേണം. അപ്പോൾ നമ്മൾ എത്ര മാർക്ക് ചെയ്യണം? 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 5 ഇഞ്ചിൽ നമ്മുടെ വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 32 ഇഞ്ചായിരുന്നു. അപ്പോൾ ഞാൻ തുണി ഇത് 2ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 32ന്റെ പകുതി 16 ഇഞ്ച്. ഇനി ഒരു 2 ഇഞ്ച് ഞാൻ അധികം കൊടുക്കുന്നുണ്ട്. അത് ഉള്ളിലേക്ക് മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്, പട്ടയുടെ ഉള്ളിലേക്ക് മടങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 18 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഒരു 5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. 5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഇനി നമ്മളിത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നോക്കുക 5 ഇഞ്ച് തന്നെ ഉണ്ടോയെന്ന് നോക്കുക. ഇടയ്ക്ക് ഇങ്ങനെ 5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. കാരണം കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പട്ടയ്ക്ക് ചുളിവ് വീഴും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുണ്ടല്ലോ, നമ്മൾ ഈ ജോയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് വെച്ചില്ലേ, ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാനൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കട്ട് ചെയ്ത പീസിൻ്റെയും സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. നമ്മളിതൊരു പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കർവ് ഇരുന്ന ഭാഗം നീങ്ങിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ചിട്ട് നമുക്കിതാ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ കറക്റ്റ് ആ മെഷർമെൻറ്റിൽ തന്നെയാണ് നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളത്. കറക്റ്റ് ആ അംബ്രല്ലയുടെ ഷേപ്പ് തന്നെ വന്നു. വേണമെങ്കിൽ ഇവിടെയും കൂടെ നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇത് നമുക്കിങ്ങനെ 2 പീസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1/2 ഇഞ്ച് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്തെടുക്കുക. 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ലൈനിങ് ക്ലോത്ത് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ പൊട്ടവശത്തേക്കാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. ഈ അടുപ്പ് വന്നിട്ടില്ലേ, ആ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് മൊത്തം റൗണ്ട് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ക്രോപ്പ് ടോപ്പാണ് മിക്കവരും ഇടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്പണിംഗ് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഇവിടെ ഓപ്പൺ ആയി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ സിബ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് ഒരു മുകളിൽ നിന്ന് ഒരു 7 ഇഞ്ച് നമുക്ക് ഇടാനുള്ള സൗകര്യം കൂടെ നോക്കിയിട്ടാണ് ഒരു 7 ഇഞ്ചോളം നമ്മളിവിടെ വിടുന്നുണ്ട്. 7 ഇഞ്ചിന് ശേഷമാണ് നമ്മളിത് താഴത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ നല്ല പീസുകൾ തമ്മിൽ വെച്ചിട്ട് ഇതാ ഈ ലൈനിങ് ക്ലോത്തും തമ്മിൽ കൂട്ടി വെച്ചിട്ട് ആ 7 ഇഞ്ച് മാർക്ക് ചെയ്തോടത്ത് നിന്ന് താഴത്തേക്ക് അടിക്കാം. ഫുള്ളായിട്ട് അങ്ങനെ അടിക്കരുത്. അപ്പോൾ നമുക്ക് പാവാടയ്ക്ക് ഒരു പിടുത്തം പോലെ വരും. കുറച്ച് നമ്മൾ അടിച്ചതിന് ശേഷം നല്ല തുണിയും ലൈനിങ്ങും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് വേണം അടിക്കാൻ. ഒരു 3 ഇഞ്ചോളമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞതാ ഇതുപോലെ നമ്മൾ നല്ല തുണി മാത്രം വെച്ചിട്ട് താഴത്തേക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ലൈനിങ്ങും. ആദ്യം നല്ല തുണി വേണം അടിക്കാനായിട്ട്, അല്ലെങ്കിൽ അടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും.
നമ്മളിനി ഇതിനകത്തേക്ക് സിബ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അടിപ്പ് വന്നിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഇതാ ഈ സിബിൻ്റെ നല്ല വശം നമ്മൾ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതാ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ലോക്ക് വന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ മെഴുക് പോലെ ഉരുക്കി നിർത്തിയിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തതിൻ്റെ താഴെ നിർത്തുക. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഫുഡ് പ്രഷർ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. ആ 1/2 ഇഞ്ചിലൂടെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇവിടേക്ക് ഒന്ന് ഒരു 1/2 ഇഞ്ചോളം ഇറക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് ഇട്ട് നിർത്തുക. ഇനി ഈ സിബ് ഇങ്ങനെ തന്നെ വെക്കണം, തിരിഞ്ഞു പോകരുത്. ഇതാ ഇനി ഈ ഭാഗത്തൂടെയാണ് നമുക്ക് അടിച്ചെടുക്കാനുള്ളത്. ഈ ഭാഗത്തും 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടുണ്ട്. ആ ഭാഗത്തൂടെ തന്നെ വേണം സിബ് കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ. ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിവിടെ മുകളിൽ പട്ട കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ഈ ഭാഗം ഇങ്ങനെ വിടർന്ന് നിൽക്കില്ല. ഇതിപ്പോൾ നമ്മൾ ലൂപ്പിട്ടാണ് തയ്ക്കുന്നത്, ഉള്ളിൽ ലൂപ്പിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമുക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ അടിച്ചെടുക്കുക. ഇനി നമുക്ക് മോൾ ഭാഗത്തെ പട്ട അടിച്ചെടുക്കാം. പട്ട അടിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 1/2 ഇഞ്ച് ഒരു സൈഡ് മടക്കി അടിക്കുകയാണ്. പട്ട നമ്മൾ അടിക്കുന്നത് ചീത്ത വശത്തുനിന്ന് നല്ല വശത്തേക്കാണ് മറിച്ചടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ലൈനിങ് വെച്ചിരിക്കുന്ന ഭാഗത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ഇഞ്ച് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് അടിക്കുകയാണ്. ഇതുവരെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചെടുക്കുക. ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ. ഇനി ഇത് കറക്റ്റായിട്ട് ഇവിടെ വന്നിരിക്കുന്ന അത്രയും പീസ് തന്നെ അതേപോലെ അതേ അളവിൽ തന്നെ മടക്കിയിട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഈ അളവ് മാറരുത്, വലിച്ചടിക്കുകയും ചെയ്യരുത്. വലിച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുളിവ് വീഴും. ഇനി ഇങ്ങനെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ആ 1/2 ഇഞ്ച് നേരത്തെ നമ്മൾ തയ്ച്ചെടുത്തത്. ഇങ്ങനെ നമ്മൾ തയ്ക്കുമ്പോൾ നമ്മൾ ഇത് തയ്ക്കണതിൻ്റെ ഒപ്പം മടക്കി പോകുമ്പോൾ കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമുക്കിത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ പട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ചുളുക്കൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ പട്ടഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ഓപ്പണിങ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സിബ് ഇട്ടിട്ട് ഇതാ ഇനി നമ്മൾ ഇതിനകത്ത് വള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിട്ടിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അംബ്രല്ല സ്കർട്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഞാൻ ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുകയും ചെയ്യുക കേട്ടോ.